പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമുക്ക് നവംബർ മാസത്തിന്റെ 25-ാം ദിവസത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. പ്രത്യേകിച്ചും നമ്മൾ ഇന്ന് ഈ മാസം പ്രാർത്ഥിക്കുന്നത് ശുദ്ധീകരണാവസ്ഥയിലായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രത്യേകിച്ചും ഓരോ ജീവിതാവസ്ഥയിലായിരിക്കുന്ന ആത്മാക്കളുടെ ജീവിതത്തിൽ വന്നുപോയ പോരായ്മകളെ പരിഹരിച്ച് അവർക്ക് കർത്താവെ നിത്യഭാഗ്യം നൽകണമേ എന്നാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്, പ്രത്യേകിച്ച് ശുദ്ധീകരണാവസ്ഥയിലായിരിക്കുന്ന ആത്മാക്കള്, കർത്താവെ, ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ, കടമകൾ നിർവഹിക്കാൻ പറ്റാതെ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ, അവരോട് ക്ഷമിച്ച് കുറവുകൾ പരിഹരിച്ച് എളിയവരായി ഞങ്ങളുടെ ബലികളും കാഴ്ചകളും സ്വീകരിച്ച് അവർക്ക് വിടുതൽ നൽകി അവരെ സ്വർഗീയ പ്രകാശത്തിലേക്ക് കർത്താവെ അങ്ങ് സ്വീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഓരോ ജീവിതാവസ്ഥയിൽ ആയിരിക്കുന്നവരാണ്. ഞാൻ ഒരു പുരോഹിതനാണ്, ഒരു സന്യാസ വൈദികനാണ്. അതുപോലെ സന്യാസിനിമാരായിട്ടുള്ളവരുണ്ട്. കുടുംബ ജീവിതാവസ്ഥയിലായിരിക്കുന്നവര്, ഏകസ്ഥാവസ്ഥയിൽ, അതൊക്കെ ഒരു ദൈവവിളികളാണ്. ഈ ദൈവത്തിന്റെ വിളി, ആ വിളിക്ക് കാതോർത്ത് അതിന് പ്രത്യുത്തരം നൽകിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. മനുഷ്യനെന്ന നിലയിൽ നമുക്ക് പോരായ്മകളുണ്ട്, ദൈവത്തിന് അതറിയാം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ, എത്രത്തോളം നീ ഇത് ആഗ്രഹത്തോടെ എന്നോട് പരിശ്രമം നീ നടത്തിയിട്ടുണ്ട്, നീ എത്രത്തോളം വിശ്വസ്തത കാണിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ആ സേവകന്റെ ആ ഉപമയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ സുവിശേഷത്തില്. അപ്പോ എത്രത്തോളം ഫലം പുറപ്പെടുവിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടിയ താലന്തുകൾ, നമ്മളായിരിക്കുന്ന ജീവിതാവസ്ഥ, ഒരു പുരോഹിതൻ എന്ന നിലയിൽ വലിയൊരു ഉത്തരവാദിത്വം ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ വീഴ്ചകളെ കുറിച്ച്, നല്ല പോരായ്മകളെ കുറിച്ചൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ കർത്താവിന്റെ തിരുമുമ്പിൽ അതേക്കുറിച്ച് ബോധ്യമുള്ളവനും അറിവുള്ളവനും അതേക്കുറിച്ച് ഏറ്റുപറഞ്ഞ് കുറവുകളെ പരിഹരിക്കാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഞാൻ പരിശ്രമിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ദൈവം നൽകിയ വിളി, ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഒത്തിരി ഉത്തരവാദിത്വം. ദൈവത്തിന്റെ ജനത്തെ പഠിപ്പിക്കാൻ, ഞങ്ങൾ വ്യക്തിപരമായി വിശുദ്ധീകരിക്കാൻ, അതുപോലെ തന്നെ ഉത്തരവാദിത്തത്തിന്, കടമകളുടെ നിർവഹണത്തില് പോരായ്മകളൊക്കെ വന്നു പോകാൻ സാധ്യതയുണ്ട്. ഈ മേഖലകളൊക്കെ നമ്മൾ പ്രത്യേകിച്ചും ശുദ്ധീകരണാവസ്ഥയിലായിരിക്കുന്ന ആത്മാക്കൾ, പ്രത്യേകിച്ചും പൗരോഹിത്യത്തിലായിരുന്ന ആത്മാക്കളെ, ഇന്ന് മരണം മൂലം വിളിക്കപ്പെട്ടിട്ടുള്ളവരുണ്ട്, അവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സന്യാസ ജീവിതത്തിന്റെ, വ്രതബദ്ധമായ ജീവിതത്തില് അവർക്ക് വന്നു പോയിട്ടുള്ള വ്രതബദ്ധമായ ജീവിതത്തിന്റെ ആ ഒരു വിശുദ്ധി ജീവിക്കാൻ പറ്റാതെ, അതുമല്ലെങ്കിൽ സമൂഹ ജീവിതത്തിന്റെ ആ കടമകളൊക്കെ പൂർത്തിയാക്കാൻ പറ്റാതെ പലതരത്തിലും കലഹിച്ചൊക്കെ ജീവിച്ചു പോയിട്ടുള്ളവരുണ്ടാവും. ആ നിയോഗശുദ്ധിയോടുകൂടി ജീവിക്കാൻ പറ്റാത്ത ആത്മാക്കളുണ്ട്. അവരിന്ന് ശുദ്ധീകരണ സ്ഥലത്തിലാണെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അതായത് നമ്മളൊക്കെ ആയിരിക്കുന്ന കുടുംബജീവിതം എത്രയോ മനോഹരമാണ്. ദൈവം ഒരു വലിയൊരു അവസ്ഥയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. പരസ്പരം സ്നേഹിക്കാൻ, ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിളിയാണ് കുടുംബജീവിതത്തിലേക്ക് ദൈവം ഭാര്യ ഭർത്താക്കന്മാരായി വലിയ ഉത്തരവാദിത്വങ്ങൾ ദൈവം നമുക്ക് നൽകുകയാണ്. പരസ്പരം സ്നേഹിക്കുക, കുറവുകളെ പരസ്പരം പരിഹരിക്കുക. ദൈവത്തിന്റെ ശക്തിയിൽ കർത്താവിന്റെ അൽത്താരയ്ക്ക് മുമ്പിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ഇന്നു മുതൽ മരണം വരെ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് ഒരു പ്രതിജ്ഞയെടുത്ത് കർത്താവിന്റെ ശക്തിയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയ പലരുടെ ജീവിതത്തിൽ പലപ്പോഴും വീഴ്ചയാണ്. ആ ജീവിതാവസ്ഥയിൽ വിശ്വസ്തത പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും ഉത്തരവാദിത്തങ്ങൾ ഒളിച്ചോടിയിട്ടുണ്ട്. പലപ്പോഴും വിശുദ്ധിയിൽ ജീവിച്ചിട്ടുണ്ട്. അത് തെറ്റായ ബന്ധങ്ങളിലേക്ക് പോയിട്ടുണ്ടാകും. അത് വിശുദ്ധി ജീവിക്കാനായിട്ട് പ്രാർത്ഥനയില്, കൂദാശകളില്, അങ്ങനെ ദൈവത്തോട് ചേർന്ന് ജീവിക്കേണ്ട ജീവിതം, ഓരോ ജീവിതാവസ്ഥയും ദൈവം തന്നേക്കുന്നതിനാണ് കർത്താവിനെ മഹത്വപ്പെടുത്താൻ, അനുഗ്രഹമായിട്ട് മാറാനുള്ള ഒരു വിളി. ഈ മേഖലകളിലൊക്കെ വീഴ്ചകൾ വന്നുപോയി ഈ മരണശേഷം ശുദ്ധീകരണാവസ്ഥയിലായിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും നമുക്ക് നോർക്കാം. കർത്താവെ, അങ്ങേ അറിയാത്തതാണല്ലോ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്. ഈ മേഖലയിലായിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും, അവസ്ഥയിലായിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും സമർപ്പിക്കുന്നു. കർത്താവെ, അവരുടെ കുറവുകളെ പരിഹരിക്കണമേ. എളിയവരായി ഞങ്ങളുടെ കാഴ്ചകള്, പ്രാർത്ഥനകള്, ഞങ്ങളുടെ ബലികളൊക്കെ സ്വീകരിച്ച് ഈ ജീവിതത്തിന്റെ അവസ്ഥകളിൽ, വിളിയില് നിലനിൽക്കാൻ കഴിയാതെ, കുടുംബജീവിതത്തിലാണെങ്കിലും സമർപ്പിത ജീവിതത്തിലാണെങ്കിലും പൗരോഹിത്യത്തിലാണെങ്കിലും ഒക്കെ കർത്താവെ, അവിശ്വസ്തയോടെ ജീവിച്ചു പോയി ഇന്ന് ശുദ്ധീകരണാവസ്ഥയിലായിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ കുറവുകളെ അങ്ങ് പരിഹരിക്കണമേ. പല സമയങ്ങളിലും ഈ ലോകത്തോടുള്ള ഒത്തുതീർപ്പ്, പലതിനോട് ഒത്തുതീർപ്പ് നടത്തിയതിന്റെ പേരില് ആ വിളിയിൽ വിശ്വസ്തത പാലിക്കാൻ കഴിയാതെ, വിശുദ്ധി ജീവിക്കാൻ കഴിയാതെ പോയിട്ടുള്ള വ്യക്തികള് ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. കുടുംബജീവിതത്തിന്റെ മേഖലകളിലൊക്കെ കർത്താവെ ഇന്ന് തിരിച്ചറിയുന്നു. ഞങ്ങളെ ശുദ്ധീകരണ ആത്മാക്കളെ ഓർക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങൾ കർത്താവെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു.
കുറവുകളെ പരിഹരിക്കണമേ. എളിയവരായി ഞങ്ങളുടെ ബലികളും കാഴ്ചകളും സ്വീകരിച്ച് ഈ ജീവിതാവസ്ഥയിൽ പൗരോഹിത്യത്തിലോ സമർപ്പണ ജീവിതത്തിലും കുടുംബ ജീവിതത്തിന്റെ അവസ്ഥകളിലും ഒക്കെ വളരെ വീഴ്ചകൾ വന്നുപോയി നിത്യതയിലേക്ക് ദൈവത്തിന്റെ ആ പ്രകാശത്തിലേക്ക് അടുക്കാൻ കഴിയാതെ ശുദ്ധീകരണ അവസ്ഥയിലായിരിക്കുന്ന എല്ലാ ആത്മാക്കൾക്കും കർത്താവെ അങ്ങ് മോചനം നൽകി അവരെ പ്രകാശത്തിനാട്ടിലേക്ക് ആനയിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, അങ്ങയുടെ ഏകപുത്രനായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ഒത്തുചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനുമുള്ള തിരുസഭയിലെ ഞങ്ങളുടെ തലമുറയിലെ കുടുംബത്തിലെ എല്ലാ ആത്മാക്കളുടെയും മോചനത്തിനു വേണ്ടി വിശുദ്ധീകരണത്തിനു വേണ്ടി ഞങ്ങൾ കാഴ്ചവെക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.